നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് പരിചയമുള്ള ഒരു ഗസറ്റഡ് ഓഫീസർ ഉണ്ടായിരുന്നു, കുട്ടപ്പൻ നായർ. അദ്ദേഹത്തെ കാണാനാ ഞങ്ങൾ പോയത്. ആര്? കുട്ടപ്പൻ നായരോ? ഏത് കുട്ടപ്പൻ നായര്? അപ്പൊ ഇനി അയാളുടെ കരിനീക്കങ്ങളുടെ രീതികളൊക്കെ ആകെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമുക്കും വരുത്തിക്കൊണ്ടിരിക്കാം. ശരി, ഇറങ്ങുന്നില്ലേ? അല്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു, പോണം. ഒരു ചായ കുടിച്ചിട്ട് പോവാം. എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല, ഈ കേട്ടതെനിക്ക് വിശ്വസിക്കാവോ? ഈ ചായ കുടിച്ചിട്ട് പോവാന്ന് തന്നെയാണോ വന്ദന പറഞ്ഞേ? എന്താ ഇത്ര സംശയം? അല്ല, മുഖത്ത് നേരെ ഒന്നും നോക്കുക പോലും ചെയ്യാത്ത ആളാ. അങ്ങനെ ഒരാള് ചായ കുടിച്ചിട്ട് പോവാന്ന് പറയുമ്പോ പെട്ടെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അടുത്ത് കഴിയുമ്പോ പെരുമാറ്റത്തിലും അതിൻ്റെതായ വ്യത്യാസം കാണുമല്ലോ. ഇവിടെ വന്നു കഴിയുമ്പോ പോയിട്ട് അത്യാവശ്യമുണ്ട്, അല്പം ബിസിയാണെന്നൊക്കെ ഞാൻ പറയുന്നത് കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് വന്ദന പറയുന്നത് കേൾക്കാനായിട്ടാ. പക്ഷേ തിരക്കുള്ള ആളല്ലേ, പൊയ്ക്കോട്ടെ എന്നാണ് വന്ദന എപ്പോഴും പറയാറ്. അത് എന്നെ ഒഴിവാക്കാനായിരുന്നു, ശരിയല്ലേ? യഥാർത്ഥത്തിൽ ഇപ്പൊ കുറച്ച് തിരക്കുണ്ട്. എന്നാലും വന്ദന ആദ്യമായിട്ട് എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നല്ലേ, ഈ ക്ഷണം ഒഴിവാക്കുന്നത് ശരിയല്ലല്ലോ. ശരി, ഞാൻ വരാം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അതെന്താ? ചായ കുടിക്കാനാണല്ലോ ക്ഷണിച്ചത്. എനിക്ക് തരുന്ന ചായ വന്ദനയുടെ കൈകൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം. പറ്റുമോ? വന്ദന അന്നത്തെ പോലെ ഉപ്പിട്ട് ചായ തന്നാലും ഞാൻ കുടിക്കും. വന്ദന ഉപ്പിട്ടുണ്ടാക്കിയ ചായ മറ്റുള്ളവരെ അറിയിക്കാതെ കുടിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു. ആ ഉപ്പുരസവും മധുരമായി കരുതി ഞാൻ കുടിച്ചില്ലേ. വന്ദന സമ്മാനിക്കുന്ന കയ്പിനുമുണ്ട് ഒരു മധുരം. പിന്നെ ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. അതെന്താ? ഇന്ന് തരാൻ പോകുന്ന ചായയിൽ ഉപ്പ് ചേർക്കരുത്, പ്ലീസ്. അല്ല, പിന്നെ ഇപ്പൊ പറഞ്ഞതോ? എന്ത്? ഞാൻ ഉപ്പിട്ട് തരുന്ന ചായയിലുണ്ട് ഒരു മധുരന്ന്. അത് ഞാനൊരു തമാശ പറഞ്ഞതാ. എങ്കിൽ ആ തമാശ ഞാൻ വരവ് വെച്ചു. എങ്കിലകത്തേക്ക് വാ. ആ, ശരി. മോനെ, അല്ല, കീരിയും പാമ്പും തമ്മിൽ ഇപ്പൊ ചങ്ങാതിമാരായോ? എന്റെ പൊന്നു മോനെ, നിന്നെ സമ്മതിക്കണം കേട്ടോ. ഇവള് ദേഷ്യവും വെറുപ്പും കാണിക്കുമ്പോഴല്ല നിനക്ക് ചിരിയാ. ഇത്രയും സമാധാനമുള്ള ചെറുപ്പക്കാരുണ്ടോ? നിന്റെ ക്ഷമ ഞാൻ സമ്മതിച്ചു. അതൊരു ബെസ്റ്റ് ക്വാളിറ്റിയാ. കീപ് ഇറ്റ് അപ്പാ. ബെസ്റ്റ് അപ്പാ. ചിലരുടെ ശത്രുതയെ ചിരിച്ചുകൊണ്ടാ മുത്തശ്ശി ഞാൻ നേരിടുന്നത്. യു നോ, മഹാത്മാഗാന്ധി അങ്ങനെയായിരുന്നെന്നാ കേട്ടിട്ടുള്ളത്. അച്ഛമ്മേ,
ജഗന് നല്ല തിരക്കുണ്ട്. അച്ഛൻ ഓരോന്ന് പറഞ്ഞ് ചളമാക്കരുത്. ഓഫ് കോഴ്സ്. ആ മോളെ എന്താടി നീ വലിയ സന്തോഷത്തിലാണല്ലോ. അത് പിന്നെ ഏട്ടനെ കാണുമ്പോ അച്ഛനെയും അമ്മയും ഒരുമിച്ച് കണ്ട സന്തോഷം എനിക്ക്, പ്രത്യേകിച്ചും ഈ ഒരു അവസ്ഥയില്. ദേ സന്തോഷിക്കുന്നത് നല്ലതാ, പക്ഷെ കൂടുതൽ നടക്കോ ഓടുകയോ ഒന്നും ചെയ്യരുത്. വളരെ കരുതലോടെ ശരീരം സൂക്ഷിക്കണം. ആഹാ, പ്രസവം എടുത്ത് നല്ല പരിചയമുള്ളത് പോലെയാണല്ലോ ജഗൻ സംസാരിക്കുന്നത്. അയ്യോ ഞാനൊരു കേട്ടറിവ് പറഞ്ഞതാ അമ്മേ. അമ്മ അത് കേട്ടായിരുന്നോ? പിന്നെ 100 ചെവിയല്ലേ ഇവക്ക്. നിങ്ങൾ ഇവിടെ പോയിട്ട് വന്നതാണല്ലോ. എവിടെ പോയതാ? അല്ല അത് പിന്നെ വന്ദന വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ ആവശ്യത്തിന് 1-2 സർട്ടിഫിക്കറ്റുകൾ ഗസറ്റർ ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കണമായിരുന്നു. പിന്നെ എനിക്ക് പരിചയമുള്ള ഒരു ഗസറ്റർ ഓഫീസർ ഉണ്ടായിരുന്നു, കുട്ടപ്പൻ നായർ. അദ്ദേഹത്തെ കാണാനാ ഞങ്ങൾ പോയത്. ആര്? കുട്ടപ്പൻ നായരോ? ഏത് കുട്ടപ്പൻ നായര്? അത് നമ്മുടെ വീടിന്റെ തെക്കേ വശത്ത് താമസിക്കുന്ന അത് അച്യുത നായരാണല്ലോ. അച്യുത നായരുടെ അനിയനാണല്ലോ ഈ കുട്ടപ്പൻ നായർ. കുട്ടപ്പൻ നായരുടെ ചേട്ടനാണല്ലോ അച്യുത നായർ. നിനക്ക് അയാളെ അറിയാവുന്നേ. നീ ഇങ്ങോട്ട് വന്നതിന് ശേഷമാണ് അയാൾ ജനിച്ചത്. ജനിച്ചതോ? അല്ല ഗൾഫിൽ നിന്ന് വന്നത്. എന്തെങ്കിലും ആവട്ടെ, നന്നായി. ഈ അവസരത്തില് ചേച്ചിക്കൊരു ജോലി കിട്ടിയതേ വലിയ ആശ്വാസമാണ്. വലിയ ഉപകാരം ചേട്ടൻ ചെയ്തത്. ഉപകാരങ്ങളല്ലേ ജഗൻ ചെയ്തിട്ടുള്ളൂ. ദേമോളെ കണ്ടുപിടിച്ച് വന്ദനയെ ഏൽപ്പിച്ചില്ലേ? മോഷണ കേസിൽ നിന്ന് രക്ഷിച്ച് കള്ളി എന്ന ദുഷ്പേരിൽ നിന്നും അവളെ കാത്തില്ലേ? ഒന്നും മറക്കാൻ പറ്റില്ല. ഞാൻ ചായ എടുക്കാം. അമ്മ പോണ്ട, ജഗന് ഞാൻ ചായ ഇട്ടോളാം. ചന്ദ്രികെ, അത്ഭുതം തന്നെ. എന്തൊക്കെ മിറാക്കിലാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉരുട്ടു സ്വഭാവമൊക്കെ കളഞ്ഞ് ജഗന് ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള മനസ്സുണ്ടായല്ലോ. വന്ദനയും ജഗനും തമ്മിലുള്ള പണക്കമൊക്കെ മാറിയോ? അവളുടെ ഈ മനംമാറ്റം അവളുടെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കും. അക്കാര്യത്തില് നമ്മൾ മതിമറന്ന് സന്തോഷിക്കണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.